ഹായ് കൂട്ടുകാരെ, ഇന്നിതാ നമ്മൾ കുറച്ച് വിങ്ക ചെടിയായിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതെല്ലാം വിങ്ക ടാറ്റു സീരീസിൽ പെടുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവേഴ്സാണിതിന്. നല്ല വെറൈറ്റി കളറാണ്. ഇത് വിങ്ക ടാറ്റു ഓറഞ്ചാണ്. പിന്നെ വിങ്ക ടാറ്റു ബ്ലൂബെറി, വിങ്ക ടാറ്റു ബ്ലാക്ക് ചെറി, വിങ്ക ടാറ്റു ടാങ്കറിൻ, വിങ്ക ടാറ്റു റാസ്ബെറി. ഇങ്ങനെ കുറച്ച് കളറുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ എല്ലാം സീഡ്സും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടഡ് സീഡാണ്, നല്ല ക്വാളിറ്റി സീഡ്സാണ്. എന്ത് ഭംഗിയെ നോക്ക്. ഇതിന് ഉഷമലരി, നിത്യകല്യാണി, ശവനാറിപ്പൂ, അങ്ങനെ പേരുകൾ പലതുമാണ്. പക്ഷേ ഈ ശവനാറിപ്പൂ എന്നതിന് പേരിട്ട ആളെ കണ്ടാൽ 2 പെട കൊടുക്കണം. ഇത്രയും നല്ല ഭംഗിയുള്ള പൂവിന് ആരാണ് അങ്ങനെ പേരിട്ടത്? ഇതിൻ്റെ സ്മെല്ല് കാരണമാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കത് അത്ര മോശം സ്മെല്ലായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല നല്ല ചെടിയാണ്. വീടിൻ്റെ മുൻവശം നല്ല സുന്ദരമായിട്ട് കളർഫുള്ളായിട്ട് വെക്കാൻ ഒരു പൂച്ചെടി ചോദിച്ചാൽ ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ചെടി നമ്മുടെ വിങ്ക ചെടിയായിരിക്കും കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ, നോക്കിക്കേ. അപ്പോൾ വേനൽക്കാലത്ത് ചെടിക്ക് വേണ്ടത് നല്ല വെയിലും അതുപോലെ വെള്ളവുമാണ്. മഴക്കാലത്ത് ഈർപ്പം തങ്ങി നിൽക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, എങ്കിലേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. ഇത് വിങ്ക ടാറ്റു റാസ്ബെറിയാണ് കേട്ടോ. വിങ്ക ടാറ്റു റാസ്ബെറി പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പച്ചിലയിൽ നിറയെ കളർഫുള്ളായിട്ടുള്ള പൂക്കൾ. ആഹാ, എന്തൊരു ഭംഗി. ഇത് കണ്ടോ, പൂവ് അങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ വരും. ആ ബ്രാഞ്ചുകൾ ഒരു 4 ഇല പരുവാകുമ്പോൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കും. വീണ്ടും വളരുമ്പോൾ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു ചെടി ഇതുപോലെ ബുഷായിട്ട് വരുന്നത്. ഒരൊറ്റ ചെടിയാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. പച്ചിലകളിൽ നല്ല ചുവന്ന റെഡ് ചില്ലി കളറ് പൂക്കൾ. വിങ്ക ടാറ്റു ടാങ്കറിനാണ് കേട്ടോ ഈ കാണുന്നത്. സൂപ്പറല്ലേ കാണാൻ. ഇത് വിങ്ക ടാറ്റു പപ്പായയുടെ കുഞ്ഞി തൈ ഞാൻ വെച്ച ശേഷം അതിൻ്റെ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് അത് ബുഷായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വിങ്ക ടാറ്റു ഓറഞ്ച്. നല്ല ഭംഗിയുള്ള കളറല്ലേ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളറാണ്. കുറച്ച് കാലം മുന്നേ വരെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കളറുകളായിരുന്നു വിങ്കയിലിത്. പക്ഷേ ഇപ്പോൾ നല്ല വെറൈറ്റി കളറുകൾ വരുന്നുണ്ട്. ഇതെല്ലാം പാനമേരിക്കനാണ്. പിന്നെ തായ്ലാൻഡ് വെറൈറ്റികളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സീഡ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നല്ല ഭംഗിയെ കണ്ടോ, ചട്ടി നിറയെ നിന്നങ്ങ് പൂവിടുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് വിങ്ക ടാറ്റു ബ്ലാക്ക് ചെറിയാണ് കേട്ടോ. നല്ല പച്ച ഇലകളും അതിൽ കളർഫുള്ളായിട്ട് നിൽക്കുന്ന പൂക്കളും. ആഹാ, എന്ത് ഭംഗിയാണ്. അപ്പോൾ വിങ്ക ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഈ മഴക്കാലത്തും എങ്ങനെ നോക്കുന്നു എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരുന്നൊരു ടിപ്പാണ് കേട്ടോ. ഞാനിവിടെ ചെയ്യാറുള്ളത് പുകയൊതി കൊടുക്കാറുണ്ട് ചെടികൾക്കിടയിലൂടെ. അത് കുന്തിരിക്കിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. കിടങ്ങളൊക്കെ പെട്ടെന്ന് ചത്തുപോകും. ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ കുന്തിരിക്കൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത് ചകിരിയിൽ കുറച്ച് കനലിട്ട ശേഷം ഒന്ന് പുക ഈ ചെടിക്കിടയിലൂടെയൊക്കെ ഒന്ന് വീശി കൊടുക്കും. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. തീ കൊണ്ട് നമ്മൾ കടിക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. അതുപോലെ ചെടിയിലോട്ട് കൂടുതൽ ചൂട് തട്ടാതെ ശ്രദ്ധിക്കണം. ഒരു വിശറി എടുത്തിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് പുക ഇങ്ങനെ വീശി കൊടുക്കുക ചെടിക്കിടയിലൂടെ. അങ്ങനെ ഇലകൾക്കിടയിലൂടെയൊക്കെ ഒന്ന് പുക കയറി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ കുന്തിരിക്കിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, പെട്ടെന്ന് ചത്തുപോകും. അല്ലെങ്കിൽ കൊതുകുതിരി കത്തിച്ച് ഇതുപോലെ പുക കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ കിട്ടുന്നത്. നമ്മൾ ചെറിയ മക്കളെ നോക്കുന്ന പോലെ തന്നെ നോക്കണം. ഇത് കണ്ടോ, ഒരു ഇലയിലൊരു പുള്ളി വന്നത്. ഇങ്ങനെയുള്ളൊരു പുള്ളി വന്ന് ആ പുള്ളി കുറച്ചങ്ങ് വലുതായി ആ ഇല വീണു പോകും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അത് നുള്ളിയിട്ട് കൊടുക്കുക, നുള്ളിക്കളയുക. അങ്ങനെ ആകുമ്പോൾ ആ
പ്രശ്നം ഗുരുതരാവാതെ ആ ചെടി നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആ തണ്ടിലോട്ട് വ്യാപിച്ച് ആ ചെടി തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ചെടി നശിച്ചു പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്ന് ബ്രാഞ്ചസ് എടുത്ത് കട്ട് ചെയ്ത് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള പൂക്കളാണ് വിങ്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് വിങ്കായും പെറ്റൂണിയായും. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് നന്നായിട്ട് വീടിൻ്റെ മുൻവശം നല്ല അലങ്കരിച്ച് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കളർഫുള്ളായിട്ട് നിർത്താൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ചെടിയാണ് വിങ്ക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.